എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു, കുറേ ഗുരുവായൂരിലെ കാര്യങ്ങളൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. പിന്നീട് എന്താണ് ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടി വരിക എന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ഞാനങ്ങനെ തുടങ്ങിയെന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഒരു പേമാരി കണക്കെ നിർത്താതെ അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു പഞ്ഞവുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദ്രൗപദിക്ക് പാഞ്ചാലിക്ക് ഭഗവാൻ വസ്ത്രം കൊടുത്ത ആ ഒരു കഥയില്ലേ, ഒരിക്കലും തീരാതെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അനുഭവങ്ങൾ. അത്രയും അനുഭവങ്ങൾ വരുന്നുണ്ട്. ഓരോന്നുമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഓർമ്മിപ്പിക്കുക. ആരെതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓർമ്മിപ്പിക്കുന്നവരുടേത് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടക്കാം. ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങനെ ആയിക്കോട്ടെ അല്ലേ. നമസ്കാരം. എൻ്റെ പേര് ദീപ്തി. കണ്ണൂർ ജില്ലയിലാണ് താമസം. ചെറിയൊരു കൃഷ്ണാനുഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യം തന്നെ ത്രിമധുരം എന്ന ഗ്രൂപ്പിന് നന്ദി പറയുന്നു. കണ്ണൻ്റെ എത്രയെത്ര അനുഭവങ്ങളാണ്, ലീലകളാണ് കേൾക്കാൻ സാധിക്കുന്നത്. രാധേശ്യാം. കുറേ നാളുകളായി കണ്ണനെ കാണാൻ ഗുരുവായൂരിൽ പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ജൂൺ 13 പുലർച്ചെയുള്ള ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചു. ഹസ്ബൻഡ് മലപ്പുറത്താണ് ജോലി ചെയ്യുന്നത്. ഇവിടുന്ന് മലപ്പുറം പോയിട്ട് അവിടെ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടാൻ റെഡിയായി. ഞാനും മകനും മകളും ഉണ്ട്. മകൻ ലൈസൻസ് എടുത്തു. പക്ഷേ അത്രയും ദൂരെ വരെ പുലർച്ചെ വണ്ടി ഓടിച്ചിട്ടില്ല. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിയാണെങ്കിൽ നല്ല മഴയായിരുന്നു. മുന്നോട്ടേക്കാണെങ്കിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോയി. കൃഷ്ണനെ പ്രാർത്ഥിച്ചാണ് നാമങ്ങൾ ചൊല്ലി എങ്ങനെയൊക്കെയോ കണ്ണൂരെത്തി. അങ്ങനെ അവിടുന്ന് ട്രെയിൻ കയറി. അപ്പോൾ ഞാൻ ഇവിടുന്ന് കൃഷ്ണന് കുറച്ച് മഞ്ചാടി കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നു. വളരെ കുറച്ച് മഞ്ചാടി ഞാനിവിടെ ഉരുളിയിൽ എടുത്തു വെച്ചിരുന്നു. അതിൽ ഒരു ഉണ്ണിക്കണ്ണനുണ്ട്. കണ്ണൻ്റെ കയ്യിൽ നിന്നും എനിക്ക് മഞ്ചാടി എടുത്തുകൊണ്ട് വിഷമം എങ്കിലും ഞാൻ ഒരു പിടി കുറച്ച് ഞാൻ എടുത്തുട്ടോ. ഞാൻ മനസ്സിൽ വിചാരിച്ചു, കണ്ണന് വിഷമമാകും, കുറച്ചുകൂടി മഞ്ചാടി കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടാണ് പോയത്. ഞാൻ കുറച്ച് ഉണ്ണിയപ്പം കൂടി ഉണ്ടാക്കി. ഉണ്ണിയപ്പം അവിടെ സ്വീകരിക്കുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഉണ്ണിയപ്പം കുറച്ചുണ്ടാക്കി. കൃഷ്ണന് വേണ്ടി പോകുന്നതിൻ്റെ തലേന്ന് രാത്രി. പിന്നെ കുറച്ച് തുളസിയും. ഒരുപാട് തുളസി ഉണ്ട് കേട്ടോ വീടിന് ചുറ്റും. ഞാൻ തുളസിയും എടുത്തു. ഇതൊന്നും അവിടെ സ്വീകരിക്കുമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ കൊണ്ടുപോയി. ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഞങ്ങൾ മലപ്പുറത്തിറങ്ങി. ഹസ്ബൻഡിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. ഓട്ടോ ഇറങ്ങി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഹസ്ബൻഡ് വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്ത് നിറയെ മഞ്ചാടി. എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെ അതൊക്കെ പെറുക്കിയെടുത്തു. എന്താണോ ആഗ്രഹിച്ചത് കണ്ണൻ എനിക്ക് തന്നു. മഞ്ചാടി ക്ലീൻ ചെയ്ത് അതുകൊണ്ട് അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെ എനിക്ക് അപ്പം എവിടെ സമർപ്പിക്കുന്നു എനിക്ക് അറിയാൻ പാടില്ല. കാറ്റും മഴയും ആയതുകൊണ്ട് തന്നെ ആർക്കും മുന്നോട്ടേക്ക് പോകാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെയും ഹസ്ബൻഡിനെയും മക്കളെയും കൂട്ടി കൊണ്ടുപോയി. അവിടെ അപ്പം കൊടിമരത്തിൻ്റെ ചുവട്ടിൽ സമർപ്പിച്ചു. ഞാൻ മഞ്ചാടി അവിടെ സമർപ്പിച്ചു. സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമായി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചിരുന്നു, എനിക്ക് അവിടുന്ന് ഉച്ചഭക്ഷണം കഴിക്കണമെന്ന്. ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം തിരക്കായിരുന്നു. ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പറ്റിയില്ല. ഞങ്ങൾ പുറത്തിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഭക്ഷണം കഴിയാറായിട്ടോ, പോയി കഴിക്കുന്നെങ്കിൽ വേഗം കഴിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞു ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ക്ലോസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു. സന്തോഷം, എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി. ഒരുപാട് നന്ദി പറഞ്ഞു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. കഴിഞ്ഞ് കുറേ നേരം വൈകുന്നേരം ദർശനത്തിനായി അകത്ത് കയറി. ചെന്താമരക്കണ്ണൻ എവിടെയാണെന്ന് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്നു. എവിടെയാണെന്ന് കണ്ടില്ല. ഉള്ളിൽ ബലരാമനായിട്ടായിരുന്നു കൃഷ്ണനെ കണ്ടത്. എങ്കിലും എനിക്ക് താമരക്കണ്ണനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിഷമിച്ച് അന്വേഷിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ സൈഡിൽ നിന്ന് ചേച്ചി തൊട്ടടുത്തുള്ള ചേച്ചിയോട് പറയാണ്, നീ താമരക്കണ്ണനെ കണ്ടോ? ദയാ ഇവിടെ ഉണ്ടെന്ന്. ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അങ്ങനെയായിരുന്നു, ഞാനും കണ്ടു താമരക്കണ്ണനെ. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോയി. മനസ്സിൽ ആ ചേച്ചിയോട് ഒരുപാട് നന്ദി പറഞ്ഞു. കണ്ണൻ എനിക്ക് കാണിച്ചു തരാനായിട്ട് ആ ചേച്ചിയുടെ രൂപത്തിൽ കണ്ണൻ വന്നത്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് തന്നെയാണ്. കണ്ടിട്ട് പുറത്തിറങ്ങി. പിന്നെ പുറത്തെത്തിയപ്പോൾ വീണ്ടും ഒരു അനുഭവം ഉണ്ടായിരുന്നു. മക്കൾ പായസത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. പായസം കഴിഞ്ഞ് ഇനി റെസീറ്റ് ആക്കണ്ട എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് തിരിഞ്ഞു നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തിരിച്ചു വിളിച്ചു, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, ഈ ഒരു ബോട്ടിൽ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് ഒരു ബോട്ടിൽ പായസം ഞങ്ങൾക്ക് തന്നു. മക്കൾക്ക് അത്രമേൽ സന്തോഷമായി. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കിട്ടുമെന്ന്. അത്രയും സന്തോഷമായി. കൃഷ്ണൻ തന്നതാണ് എന്ന് വിചാരിക്കുകയാണ്. അത് തന്നെയാണ്, കൃഷ്ണൻ തന്നതാണ്. വീണ്ടും വീണ്ടും ഒരു അനുഭവം ഉണ്ടായി. പണത്തിന് ആവശ്യമുണ്ടായിരുന്നു. കയ്യിൽ പൈസ കുറവായിരുന്നു. ഒരു വ്യക്തി തരാമെന്ന് പറഞ്ഞു, പക്ഷേ തന്നില്ല. തിരിച്ചു വരുമ്പോൾ എങ്ങനെ വരുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ മറ്റൊരു വ്യക്തി, മുമ്പ് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ
പൈസ അയച്ചു കൊടുത്തു. സന്തോഷമായി. എങ്ങനെ ട്രെയിനിന് പോകുമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്ങനെ ഒരു പണം കൃഷ്ണനായിട്ട് കൊണ്ടുതന്നത്. അതും വലിയൊരു മറക്കാനാവാത്ത ഒരനുഭവം. എല്ലാം കൃഷ്ണൻ്റെ ലീലകൾ. ഇനിയും ഒരുപാട് അനുഭവങ്ങളുണ്ട് ട്ടോ. പറയാൻ വേണ്ടിയിട്ട് മറ്റൊരവസരത്തിൽ പറയാമെന്ന് വിചാരിക്കുന്നു. കൃഷ്ണൻ്റെ ലീലകൾ അത്രയും വലുതാണ്. അത്രയും മഹത്തരമാണ്. ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഇവിടെ പറയാൻ സാധിച്ചതിൽ അതും കൃഷ്ണൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ത്രിമധുരത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. രാധേശ്യാം. അങ്ങനെ ഗുരുവായൂരിലൂടെയുള്ള ഒരു യാത്ര നടത്തിയൊരു ഫീലിംഗ് ഇല്ലേ? അങ്ങനെയാണ് ഗുരുവായൂരിലെത്തുമ്പോൾ നമുക്കറിയാതെ അറിയാതെ അറിയാതെ അനുഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കാത്തിരിക്കുകയാണല്ലോ ഓരോരുത്തരും ആ അനുഭവങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, ആ ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. ഹരേ കൃഷ്ണ.